ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 25 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് കമന്റ് ചെയ്യുക. LDC മെയിൻസിനും അതുപോലെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനും ചോദിക്കാൻ സാധ്യതയുള്ള ഈ ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 25 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട, മാർക്ക് കമന്റ് ചെയ്യാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യുക. കൂടുതൽ എക്സാമുകളും കൂടുതൽ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സ്പീക്സ് ഓളിയം മീൻസ് വാട്ട്? അതൊരു ഫ്രൈസ് ആണ്. സ്പീക്സ് ഓളിയം മീൻസ് വാട്ട്? എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ് വരുന്നത്. സെർസാസ് സ്ട്രോങ് ടെസ്റ്റിമോണി ആണ്. സെർസാസ് സ്ട്രോങ് ടെസ്റ്റിമോണി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വി ആർ ഡാഷ് ഫ്രം സീയിങ് ദ പ്രിസണർ. വി ആർ ഡാഷ് ഫ്രം സീയിങ് ദ പ്രിസണർ. പ്രിസണർ കാണാതെ നമ്മൾ എന്ത് ചെയ്തു? തടഞ്ഞു എന്നുള്ള ഇതാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ്, പ്രിവെന്റഡ് ആണ്. വി ആർ പ്രിവെന്റഡ് ഫ്രം സീയിങ് ദ പ്രിസണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: having the habit of moving from one place to another in order to live there. എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു ഹാബിറ്റിനെ എന്താണ് പറയുന്നത്? എന്ത് പറയും? ആൻസർ ഓപ്ഷൻ ബി ആണ്, മൈഗ്രേറ്ററി എന്നാണ് വിളിക്കുന്നത്. ഹാവിങ് ദ ഹാബിറ്റ് ഓഫ് മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ ഓർഡർ ടു ലിവ് ദെയർ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, മൈഗ്രേറ്ററി ആണ്. വിച്ച് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ്? തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? അസാസിനേഷൻ ആണ് തെറ്റായിട്ടുള്ളത്. അസാസിനേഷൻ. ASSASS ഉണ്ട്. അപ്പൊ അസാസിനേഷൻ ആണ് തെറ്റായിട്ടുള്ളത് തന്നിട്ടുള്ളതിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ മ്യൂൾ വാസ് പാർഷ്യലി റിലീവ്ഡ് ഡാഷ് ദ ലോഡ്. റിലീവിനൂടെ ചേരുന്ന ഏത് പ്രിപ്പോസിഷൻ ആണ് ചേർക്കാനുള്ളതെന്നാണ് എഴുതാനുള്ളത്. ആൻസർ എന്ത് വരും? ആൻസർ ഓപ്ഷൻ സി ആണ്, ഓഫ് ആണ് വരുന്നത്. ദ മ്യൂൾ വാസ് പാർഷ്യലി റിലീവ്ഡ് ഡാഷ് ദ ലോഡ്. ഏതാണ്? ഓഫ് ദ ലോഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: he says, Sarith, I am very glad to hear from you. Change into indirect speech. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ നോക്കുക, ഇൻഡയറക്റ്റ് ഇതിൽ നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് റിപ്പോർട്ടിംഗ് വെർബ് ഏതാണെന്നാണ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? he says ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓപ്ഷൻസ് നോക്കുക. അപ്പൊ said to പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും അവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പാസ്റ്റിലോട്ട് മാറ്റണം. അപ്പൊ says എന്താവും? said to ആവും. അപ്പൊ he said to വരുന്ന ഓപ്ഷൻ ബിയും സിയും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ പിക്ക് ചെയ്തെടുക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ആരോടാണ് പറയുന്നത്? സരിത്തിനോടാണ് പറയുന്നത്. ഹി സെഡ് ടു സരിത്ത്. എന്താണ്? ദാറ്റ് ഐ ആം വെരി ഗ്ലാഡ് ടു ഹിയർ ഫ്രം യു. അപ്പൊ അവനാണ് പറയുന്നത്. അപ്പൊ ഐ എന്നുള്ളത് എന്ത് ചെയ്യണം? ഹി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോ ഹി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ എന്താവും? ഹി ആവും. ദെൻ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അവിടെയുള്ള ഓക്സിലറി വെർബാണ്. ആം എന്നുള്ളതാണ് ഓക്സിലറി വെർബ്. ഇതിനെ നമ്മൾ പാസ്റ്റിലോട്ടാണ് മാറ്റാനുള്ളത്. അപ്പൊ പാസ്റ്റിലോട്ടിന് ഹീക്ക് ചേർന്നത് ഏതാണ്? പാസ്റ്റിലോട്ട് മാറ്റുമ്പോൾ വാസ് ആണ് ചേർക്കേണ്ടത്. സോ ഹി വാസ് വെരി ഗ്ലാഡ് ടു ഹിയർ ഫ്രം ഹിം. അങ്ങനെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. എന്താണ്? ഹി സെഡ് ടു സരിത് ദാറ്റ് ഹി വാസ് വെരി ഗ്ലാഡ് ടു ഹിയർ ഫ്രം ഹിം എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: capable of being drawn into wire. capable of being drawn into wire. വലിച്ച് നീട്ടാൻ അല്ലെങ്കിൽ പൊട്ടാത്ത രീതിയിൽ ഉള്ള ആ ഒരു ക്യാപ്പബിലിറ്റിയെ, വയറിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? വലിച്ചു നീട്ടാൻ പറ്റുന്ന ആ ഒരു കഴിവിനെ എന്തിനെ പറയും? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡക്റ്റൈൽ ആണ്. ഇനി അടിച്ച് പരത്താൻ കഴിയുന്നതാണ് എന്ത്? മാലിയബിൾ ആണ്. മാലിയബിൾ. ബ്രിട്ടിൽ എന്നാൽ പൊട്ടിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ എളുപ്പം പൊട്ടാത്തതെന്നാണ് ബ്രിട്ടിൽ. അപ്പോൾ എന്താണ്? capable of being drawn into wire means ഓപ്ഷൻ സി ആണ് ആൻസർ, ഡക്റ്റൈൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: to kill someone from political reason. to kill someone from political reason. ഒരാളെ പൊളിറ്റിക്കൽ റീസൺ ആയിട്ട് കൊല്ലുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അസാസിനേഷൻ. അസാസിനേഷന്റെ കാര്യം നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഡബിൾ എസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡബിൾ എസ് വരും. അപ്പൊ ആൻസർ എന്താണ്? അസാസിനേഷൻ ആണ് ഇവിടെ. ടു കിൽ സംവൺ ഫ്രം പൊളിറ്റിക്കൽ റീസന്റെ
ഒറ്റ വൺ വേർഡ്. A monument erected in honor of a person whose body is elsewhere. എന്താണ് ആൻസർ വരുന്നത്? A monument erected in honor of a person whose body is elsewhere. ആൻസർ ഓപ്ഷൻ ബി ആണ്, സെനറ്റഫ് ആണ്. സെനറ്റഫ് ആണ് ആൻസർ വരുന്നത്, സെനറ്റഫ്. നെക്സ്റ്റ്, the flood in Kashmir last year dash the worst in the century. എന്താണ്? The floods in Kashmir last year dash the worst in this century. എന്താണ് ആൻസർ വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത്, ഇവിടെ സബ്ജക്ട് വന്നിരിക്കുന്നത് ഏതാണ്? ദ ഫ്ലഡ്സ് ആണ് അല്ലെ? ദ ഫ്ലഡ്സ് ആണ്. ദ ഫ്ലഡ്സ് ഇൻ കാശ്മീർ ലാസ്റ്റ് ഇയർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ഇയർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സോ നമുക്ക് അവിടെ ദ ഫ്ലഡ്സ് എന്നുള്ളത് എന്താണ് പ്ലൂറൽ ആയിട്ട് എടുക്കുമ്പോൾ ദ ഫ്ലഡ്സ് ഇൻ കാശ്മീർ ലാസ്റ്റ് ഇയർ ഓപ്ഷൻ ബി എടുക്കും, വെയർ ആണ് എടുക്കേണ്ടത്. ഓക്കെ, ദ ഫ്ലഡ്സ് ഇൻ കാശ്മീർ ലാസ്റ്റ് ഇയർ വെയർ ദ വേഴ്സ്റ്റ് ഇൻ ദിസ് സെഞ്ചുറി എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ആം ഗ്ലാഡ് ഡാഷ് ദ മൂവി. ഐ ആം ഗ്ലാഡ് ഡാഷ് മൂവി ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, ടു ഹാവ് സീൻ ആണ്. ഐ ആം ഗ്ലാഡ് ടു ഹാവ് സീൻ ദ മൂവി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അന്റോണിം ഓഫ് ഓണസ്റ്റീസ്. ഓണസ്റ്റിന്റെ അന്റോണിം ഏതാണ്? ഓപ്പോസിറ്റ്. അൺഓണസ്റ്റ്, അൺഓണസ്റ്റ്, മിസ്ഓണസ്റ്റ്, ഡിസോണസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിസോണസ്റ്റ് ആണ്. ഓണസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിസോണസ്റ്റ് ആണ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ്, റൈറ്റിംഗ് പ്ലാജിയാറിസം. എന്താണ്? എഴുതുക അല്ലെങ്കിൽ എഴുത്തിന്റെ പ്ലാജിയാറിസം എന്ന് പറഞ്ഞാൽ ഒരാളുടെ എഴുത്തിനെ മറ്റൊരാള് മോഷ്ടിച്ചോണ്ട് പോകുക, അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് മലയാളം പറയുവാണെങ്കിൽ സാഹിത്യ ചോരണം എന്ന് പറയും. അതാണ് പ്ലാജിയാറിസം എന്നാൽ. അപ്പൊ അതേ ഇതിൽ വരുന്നത് ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? ഗോൾഡ്, സ്വർണം ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകും. ദാറ്റ് ഈസ് ഗോൾഡ് തെഫ്റ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് വി ഡാഷ് ദ പ്ലേസ്. ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് വി ഡാഷ് ദ പ്ലേസ്. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് ഹൈ ടൈം ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് വി ലെഫ്റ്റ് ദ പ്ലേസ്. വി ടു ഫോം ഓഫ് ദ വെർബ് ചേർക്കണം ഇറ്റ് ഈസ് ഹൈ ടൈം വന്നാല്. സോ ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് വി ലെഫ്റ്റ് ദ പ്ലേസ് എന്ന് വരും. നെക്സ്റ്റ്, വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഹാസ് ആൻ എറർ. തന്നിരിക്കുന്നതിൽ എറർ പാർട്ട് ഏതാണ്? ഒറ്റ സെന്റൻസ് ആണിത്. ഷീ കോൾഡ് ഹിം ആസ് എ ഫൂൾ, നോ എറർ. ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരിക്കലും ആസ് എ ഫൂൾ എന്ന് യൂസ് ചെയ്യാറില്ല. ഇവിടെ ആസിന്റെ ആവശ്യമില്ല, എ ഫൂൾ എന്ന് മാത്രം മതി. അപ്പൊ ഷീ കോൾഡ് ഹിം എ ഫൂൾ എന്ന് മാത്രം മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയ്തർ ദ ചിൽഡ്രൻ നോർ ദെയർ പാരന്റ്സ് ഡാഷ് അറ്റൻഡഡ് ദ മീനിങ്. നെയ്തർ ദ ചിൽഡ്രൻ നോർ ദെയർ പാരന്റ്സ്. ആൻസർ ഇവിടെ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. എന്ത്? ഹാവ് ആണ് വരുന്നത്. കാരണം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, വേറെ വന്നൂടെ എന്ന്. പക്ഷേ തന്നിരിക്കുന്നത് ഏതാണ്? ആക്റ്റീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. സോ നെയ്തർ ദ ചിൽഡ്രൻ നോർ ദെയർ പാരന്റ്സ്. നെയ്തർ ദ ചിൽഡ്രൻ നോർ ദ പാരന്റ്സിൽ നെയ്തർ നോർ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സബ്ജക്റ്റിന് നോക്കുക. അപ്പൊ അത് പ്ലൂറൽ ആണ്. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരും? ഹാവ് വരും. ഹാവ് അറ്റൻഡ് ദ മീറ്റിംഗ് വരും. നെക്സ്റ്റ്, എവരിവൺ ഏറ്റ് ഡെസേർട്സ് എക്സെപ്റ്റ് എന്താണ്? എക്സെപ്റ്റ് മീ ആണ്. ഓപ്ഷൻ ബി ആണ്, എക്സെപ്റ്റ് മീ ആണ്. നെക്സ്റ്റ്, റൈസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ ഗസ്റ്റ് ഓഫ് ഓണർ. അങ്ങനെയാണേ റൈസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ ഗസ്റ്റ് ഓഫ് ഓണർ, അതായത് ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പൊക്കത്തിലുള്ള എന്തിനു പറയുക ആ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എന്താണ് വിളിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡൈസ് ആണ്. വേദി, പൊതുവേദി അല്ലെങ്കിൽ പ്രസംഗവേദി എന്നൊക്കെയാണ്. DAIS ആണ് ഈ ഡൈസിന്റെ സ്പെല്ലിങ്. ഓക്കെ, ഡൈസ് എന്നാണ് സ്പെല്ലിങ്. നെക്സ്റ്റ്, ദ ക്ലൈമറ്റ് ഓഫ് ദിസ് ടൗൺ ഈസ് ഡാഷ് ടു ഗുഡ് ഹെൽത്ത്. എന്താണ് ഉത്തരം വരുന്നത്? എന്താണ്? ദ ക്ലൈമറ്റ് ഓഫ് ദിസ് ടൗൺ ഈസ് ഡാഷ് ടു ഗുഡ് ഹെൽത്ത്. ഇത് ഏത് ഓപ്ഷൻ എന്ന് എനിക്ക് അറിയത്തില്ല, വായിച്ചിട്ട് കിട്ടിയില്ല. ഓപ്ഷൻ ബി ഇൻഹെറന്റ് ആണ്. ഇൻഹെറന്റ്. അലൂസീവ്, കണ്ടൂസീവ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കണ്ടൂസീവ് ആണ്. കണ്ടൂസീവ്. നെക്സ്റ്റ്, ദ മീനിങ് ഓഫ് ടു ബീറ്റ് എ റിട്രീറ്റ്. ടു ബീറ്റ് എ റിട്രീറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ടു റൺ അവേ ഇൻ ഫിയർ ആണ്.
എന്താണ് പേടിയിൽ നിന്നും ഒളിച്ചോടുക എന്നുള്ള അർത്ഥമാണ്. ടു ബീറ്റ് എ റിട്രീറ്റ് എന്നാൽ ടു റൺ അവേ ഇൻ ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഷുഡ് റിമൈൻ അലൂഫ് ഡാഷ് ബാഡ് ഹാബിറ്റ്. ബാഡ് ഹാബിറ്റിൽ നിന്നും അകന്ന് നിൽക്കുന്ന. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഇവിടെ നമ്മൾ അലൂഫിന്റെ കൂടെ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഓപ്ഷൻ എ ആണ്, ഫ്രം ആണ്. എന്താണ് അകന്ന് നിൽക്കുക, ബാഡ് ഹാബിറ്റിൽ നിന്നും എന്നുള്ള അർത്ഥത്തിൽ. സോ ഓപ്ഷൻ എ ഫ്രം ആണ്. ഫ്രം, അലൂഫ്, ഫ്രം. ഐ ഡാഷ് വാക്ക് 10 miles വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. എനിക്ക് പിന്നെ ക്ഷീണമൊന്നും ഇല്ലാതെ 10 മൈൽ നടക്കാൻ കഴിയും എന്നുള്ള അർത്ഥത്തിൽ ഏത് യൂസ് ചെയ്യും? ഓപ്ഷൻ ഡി ആണ്, ഐ ക്യാൻ ആണ്. ഐ ക്യാൻ വാക്ക് 10 miles വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുംബൈ ഈസ് വൺ ഓഫ് ദ ബിസിയസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബിസിയസ്റ്റ് സിറ്റി ഒരെണ്ണമാണ് മുംബൈ. ഇതിനെ നമ്മൾ എന്താണ്, ഇത് ഏതിലാണുള്ളത്? ബിസിയസ്റ്റ്. ദ ബിസിയസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ളതാണ്. ഇതിനെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് ചേഞ്ച് ചെയ്യണം. ഏതാണ് വരുന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രിയിലാവുമ്പോൾ മറ്റതുമായിട്ട് കമ്പയർ ചെയ്തേക്കാണ്. അപ്പൊ ഏതാണ് വരുന്നത്? മുംബൈ ഈസ് ബിസിയർ ദാൻ മോസ്റ്റ് അതർ സിറ്റീസ് ഇൻ ഇന്ത്യ. ബാക്കിയുള്ള എല്ലാ സിറ്റീസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. മുംബൈ ഈസ് ബിസിയർ ദാൻ മോസ്റ്റ് അതർ സിറ്റീസ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ്, സെലക്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു ഒക്കേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മൊറട്ടോറിയം. മൊറട്ടോറിയത്തിന്റെ സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക. ഏതാണ് ആൻസർ എന്നത്? ഓപ്ഷൻ ഡി ആണ്, മൊറട്ടോറിയം. MORATORIUM ആണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെ ഒരു സ്പെല്ലിംഗ്, കറക്റ്റ് സ്പെല്ലിംഗ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിലോ കാണാം, വെറുതെ ഒന്ന് എഴുതി നോക്കണം. അതായിരിക്കും റൈറ്റ് ആൻസർ. പക്ഷെ നിങ്ങൾ ഓപ്ഷൻ നോക്കി ഉത്തരം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ മൊറട്ടോറിയം സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക. MORATORIUM ആണ്, മൊറട്ടോറിയം. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ, ദ ഓപ്പോസിറ്റ് ഓഫ് ടൈം. ടൈം എന്നാൽ എന്താണ്? ഇണങ്ങുന്ന എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, വന്യമായത്, വൈൽഡ് ആണ്. ടൈം ഓപ്പോസിറ്റ് വൈൽഡ്. അപ്പൊ എത്ര മാർക്ക്? 25 മാർക്കിന് കിട്ടി എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഒരുപാട് PSC ബുള്ളറ്റിനിൽ തെറ്റുകൾ വരണുണ്ട്. നിങ്ങളെല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചിട്ട് ഞാൻ മലയാളം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ മലയാളത്തിലെ ഒരുപാട് മിസ്റ്റേക്സുകൾ വരണുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളം എൻ്റെ രീതിയിലായിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.